Good morning, my dear students. Welcome back to Industrial Relations. നമ്മൾ ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. നമ്മുടെ ആദ്യത്തെ മോഡ്യൂൾ പ്രോസ്പെക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അത് കഴിഞ്ഞ സെഷനിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ആൻഡ് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കണ്ടു. ഇന്ന് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ വായുവിലുണ്ടായതല്ല. ആക്ച്വലി ഇതൊരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലുണ്ടായതാണ്. രണ്ട് പാർട്ടികൾ തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടതുമാണ്. ആ രണ്ട് പാർട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ലേബറും അതുപോലെ മാനേജ്മെൻറ്റും. ഓക്കെ, സോ ഇവർ തമ്മിലുള്ള റിലേഷൻ ഇല്ലാതെ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇല്ല. സോ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റിലും ഈ രണ്ട് പാർട്ടീസും തമ്മിൽ ഉണ്ടാവേണ്ട റിലേഷനാണ്. അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് അതിൽ കോൺഫ്ലിക്റ്റും ഉണ്ട്, കോപ്പറേഷനും ഉണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു പ്രതികൂലമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ ഈ പറയുന്ന രണ്ട് പാർട്ടീസ്, നമ്മുടെ എംപ്ലോയേഴ്സും ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ റിലേഷൻഷിപ്സ്, അവരുടെ തമ്മിലുള്ള പ്രാക്ടീസ്, പ്രൊസീജിയേഴ്സ് എല്ലാം ഈ പറയുന്ന തർക്കിക്കുന്ന പാർട്ടികൾ തമ്മിൽ എല്ലാം റിസോൾവ് ചെയ്ത് അവർ ഏറ്റവും കോൺഫ്ലിക്റ്റ് ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന ആ ഒരു രീതി അത് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ഈ എംപ്ലോയറും എംപ്ലോയിയും ഇവർ ഒത്തൊരുമിച്ചിട്ടാണ് റിലേഷൻ ഫോം ചെയ്യുന്നത്. ഇവർക്ക് തനതായിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പം ഇവർ തമ്മിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത്, ഇവർ തമ്മിൽ ഒത്തുചേരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വർക്ക് പ്ലേസിൻ്റെ ടെക്നോളജി, നമ്മുടെ നാടിൻ്റെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, നേഷൻസ് ലേബർ പോളിസി, അതുപോലെ ട്രേഡ് യൂണിയൻസിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻ എപ്പോഴും കൂടുതൽ പ്രതിപാദിക്കുന്നത് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. ലേബറിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ്, മാനേജ്മെൻറ്റ് ലേബേഴ്സ് ആയിട്ടുള്ള കോപ്പറേഷൻ, അതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നമുക്ക് ഒരുപാട് സ്റ്റഡികൾ കാണാൻ പറ്റും. ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ലേബേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച്, ലേബേഴ്സിനെ സംബന്ധിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അഗ്രിമെൻറ്റ്, അതുപോലെ കോർട്ടുകളുടെ തീരുമാനങ്ങൾ, ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ ഈ ലേബേഴ്സിൻ്റെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ഇതെല്ലാം. അതുമാത്രമല്ല നമ്മളുടെ ഗവൺമെൻറ് തരുന്ന പോളിസികൾ, ഈ ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ, നമ്മുടെ ലേബർ മാനേജ്മെൻറ്റ് തമ്മിലുള്ള കോപ്പറേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നിട്ടുള്ള പോളിസികൾ, ഇതെല്ലാം ഇൻഡെപ്ത് അനാലിസിസ് നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള റിലേഷൻ നമ്മൾ ഫോം ചെയ്യാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതിൽ ഒരുപാട് നമ്മൾ ഡിസിപ്ലിൻസ് അതിൻ്റെയൊക്കെ കൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൻ്റെ, ഹ്യൂമാനിറ്റീസിൻ്റെ, ബിഹേവിയറൽ സയൻസ്, ലോ, ഇതെല്ലാത്തിൻ്റെയും കൺസെപ്റ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഇതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നതെന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നമുക്ക് ആദ്യം വരുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നമുക്ക് പഠിക്കാനായിട്ടും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതായിട്ടും കാണാം. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, എംപ്ലോയേഴ്സ് ഓഫ് കോഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ട്രേഡ് യൂണിയൻസ്, യൂണിയൻ ഫെഡറേഷൻ. ഈ ട്രേഡ് യൂണിയൻസും യൂണിയൻ ഫെഡറേഷൻ എപ്പോഴും വരുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു അസോസിയേഷനെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. എംപ്ലോയേഴ്സിൻ്റെ, ഇപ്പോൾ മാനേജേഴ്സിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അസോസിയേഷൻ നമ്മൾ ട്രേഡ് യൂണിയൻ എന്നല്ല പറയുക, അതിനെ നമ്മൾ എന്താണ് യൂണിയൻ ഫെഡറേഷൻ എന്നാണ് പറയുക. ഫെഡറേഷൻ എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അത് ഹയർ അതോറിറ്റീസ്, അതായത് സുപ്പീരിയേഴ്സിൻ്റെ അസോസിയേഷനെയാണ് പറയുന്നത്. സബോർഡിനേറ്റ്സിൻ്റെ
അസോസിയേഷനെ നമ്മൾ ട്രേഡ് യൂണിയൻസ് എന്നും സുപ്പീരിയേഴ്സിൻ്റെ അസോസിയേഷനെ നമ്മൾ ഫെഡറേഷൻ എന്നാണ് പറയുന്നത്. യൂണിയൻ ഫെഡറേഷൻ അല്ലേ? ഇപ്പോൾ യൂണിയൻ ഫെഡറേഷൻ ഓഫ് ഗസറ്റഡ് ഓഫീസേഴ്സ് അല്ലേ, അതായത് ഹൈ റാങ്കിലുള്ള ആൾക്കാരുടെ യൂണിയൻ ഫെഡറേഷൻ അവരുടെ അസോസിയേഷനാണ്. ഓക്കെ, അതേസമയം ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ എംപ്ലോയീസിനാണെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ എന്നാണ് പറയുക. അപ്പം മനസ്സിലാക്കി വയ്ക്കുക, ഇൻസ്റ്റിറ്റ്യൂഷനിലെ ട്രേഡ് യൂണിയനും വരുന്നുണ്ട്, യൂണിയൻ ഫെഡറേഷൻ വരുന്നുണ്ട്, ഗവൺമെൻറ് റിലേറ്റഡ് ബോഡീസ്, ലേബർ കോർട്ട്, ട്രൈബ്യൂണൽസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇൻഡസ്ട്രിയിൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഭരണാധികാരികൾ, നിയമകർത്താക്കൾ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പറയുന്ന ട്രൈബ്യൂണൽസ്, ഇവരെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ്. അതുപോലെ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ സംബന്ധിച്ച് വരുന്ന എല്ലാ സംരംഭങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇനി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നമ്മുടെ വർക്കേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിൻ്റെ റോൾ, ക്യാരക്ടേഴ്സ് നമുക്കതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എംപ്ലോയേഴ്സിൻ്റെ ഫെഡറേഷൻ, പിന്നെ നമ്മളുടെ ഓർഗനൈസേഷനിലെ ഒഫീഷ്യൽസ്, ഷോപ്പ് സ്റ്റീവാർഡ്സ് എന്ന് പറയുന്നത് സൂപ്പർവൈസറി ലെവലിലുള്ള ആൾക്കാർ, പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ മാനേജർ, പിന്നെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വന്നാൽ സെറ്റിൽ ചെയ്യാനുള്ള മീഡിയേറ്റർ, കോൺസിലിയേറ്റർ, ആർബിട്രേറ്റർ, ഇവരൊക്കെ നിയമപാലകരായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ജഡ്ജസ് ഓഫ് ലേബർ കോർട്ട്, ട്രൈബ്യൂണൽ, ഇവരെല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അഭികാമ്യമാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് കളക്റ്റീവ് ബാർഗൈനിങ്, പിന്നെ ചില വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ സ്കീം, ഡിസിപ്ലിൻ പ്രൊസീജിയേഴ്സ്, ഗ്രീവൻസ് റീഡ്രസൽ മിഷനറി, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മിഷനറി, വർക്കിംഗ് ഓഫ് ക്ലോസ്ഡ് ഷോപ്സ്, യൂണിയൻ റീഓർഗനൈസേഷൻ, പിന്നെ ഓർഗനൈസേഷൻ ഓഫ് പ്രൊട്ടക്ട്സ് ത്രൂ മെത്തേഡ്സ് ലൈക്ക് റിവിഷൻ ഓഫ്, അതായത് നമുക്കിപ്പോൾ ഒരുപാട് ഈ മെത്തേഡ്സ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനിൽ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുകൂടാതെ നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് റൂളുകൾ റിവൈസ് ചെയ്യുക, റെഗുലേഷൻസ് റിവൈസ് ചെയ്യുക, പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യുക. അതുപോലെ ലേബർ കോർട്ടിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നീക്കുപോക്കുകൾ നടത്തി കഴിഞ്ഞാൽ അതനുസരിച്ച് ഈ പറയുന്ന നിയമങ്ങളിലൊക്കെ ഭേദഗതികൾ വരുത്തുക, ട്രൈബ്യൂണൽസിൻ്റെ അവരുടെ ഒരു ഓർഡർ അനുസരിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അത് ഏതൊക്കെ മെത്തേഡ്സ് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ റിലേഷനിൽ പ്രതിപാദിക്കുന്നതാണ്. പിന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷനിൽ മെയിനായിട്ട് നമ്മൾ കാണുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസാണ്. ആ കണ്ടീഷൻസിൽ അവർക്ക് കിട്ടുന്ന പേ, അവരുടെ വർക്കിംഗ് അവേഴ്സ്, അവരുടെ ലീവ് വിത്ത് വേജസ്, അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിസിപ്ലിനറി ആക്ഷൻസ്, ലേ ഓഫിൻ്റെ കാര്യങ്ങൾ, ഡിസ്മിസൽസിൻ്റെ കാര്യങ്ങൾ, റിട്ടയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, ഇതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ അല്ലേ, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള നിയമങ്ങൾ, അത് ലേബർ വെൽഫെയർ നിയമങ്ങളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, അതുപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് അതിന് ഇഷ്യൂസ് വരുന്നതിന് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ വരുന്നത്. ഇനി നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷനുള്ള മെയിൻ ആസ്പെക്ട്സ്, ഓഫ് കോഴ്സ് നമ്മുടെ പല രീതിയിലുള്ള റിലേഷൻസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ലേബർ റിലേഷൻസ്. ലേബർ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനും മാനേജ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. പിന്നെ എംപ്ലോയി റിലേഷൻസ്, അതിൽ റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. പിന്നെ ഗ്രൂപ്പ് റിലേഷൻ, അത് ഈ എംപ്ലോയീസിന് തന്നെ പല ഗ്രൂപ്പ്സ് ഉണ്ടാവും, ആ ഗ്രൂപ്പ്സ് തമ്മിലുള്ള റിലേഷൻ. പിന്നെ കമ്മ്യൂണിറ്റി ഓർ പബ്ലിക് റിലേഷൻ, അത് നമ്മുടെ ഇൻഡസ്ട്രിയും സൊസൈറ്റിയുമായിട്ടുള്ള റിലേഷൻ. പിന്നെ പ്രൊമോഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് ലേബർ മാനേജ്മെൻറ്റ് റിലേഷൻ അല്ലേ. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ സ്ട്രൈക്ക്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൂ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, നമ്മളുടെ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നല്ല ജനാധിപത്യം ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെയിൻ ആസ്പെക്ട്സ് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ വരുന്നത്. ഇപ്പോൾ നല്ല ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമ്മുടെ ഇൻഡസ്ട്രീനെയും അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയുടെ എക്കണോമീനെയും അത് ബാധിക്കുന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. അതിൽ ആദ്യം മൾട്ടിപ്ലെയർ ഇഫക്ട്സ് ആണ്. എന്താണ് മൾട്ടിപ്ലെയർ ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എപ്പോഴും ഈ പറയുന്ന മോഡേൺ ഇൻഡസ്ട്രിയിൽ നമ്മുടെ മോഡേൺ എക്കോണമി എന്ന് പറയുന്നത് ഈ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ ഇൻഡസ്ട്രീനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പ്ലാന്റിലാണ് ലോസ് വരുന്നുണ്ടെങ്കിൽ അത് അത്ര വലുതായിരിക്കില്ല. ഓക്കെ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിലാണ് നഷ്ടം സംഭവിക്കണമെങ്കിൽ അത് അത്ര വലുതാവില്ല. പക്ഷേ അത് എല്ലാ പ്ലാന്റ്സിലും ആ നഷ്ടം വന്നാൽ ആ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആണ്. അത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇൻഡസ്ട്രീനെയും നമ്മുടെ നാടിൻ്റെ എക്കണോമീനെയും വളരെയധികം ബാധിക്കും. അപ്പോൾ ഈ പുവർ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ വരുമ്പോൾ അതിൽ ശരിക്കും അങ്ങനെ പുവറാവുന്നതിന് കാരണം മെയിനായിട്ടും ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സുകളാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടെമ്പോ, അതിൻ്റെ ഒരു സ്പീഡ് കുറയുകയാണ് ചെയ്യുക. അത് ഒപ്റ്റിമൽ ലെവലിൽ കുറയുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആബ്സെൻറ്റീസം കൂടും, ലേബർ ടേൺ ഓവർ കൂടും, അതുപോലെ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഡിസിപ്ലിൻ അത് ബ്രേക്ക് ആവും, എല്ലാ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിട്ടും ക്വാണ്ടിറ്റി ആയിട്ടും ഒക്കെ സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എപ്പോഴും നമ്മൾ നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷനിൽ ഡൈനാമിക് ആയിട്ട് ഇൻഡസ്ട്രി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ചേഞ്ചിന് വിധേയമാവണം. നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യണം, എക്കണോമി കുറേ കൂടി ബെറ്റർ ആവണം, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ നമ്മൾ ഉചിതമായി മാറ്റണം, അതുപോലെ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ വേണ്ടത്ര ശ്രദ്ധയും അതിനുള്ള മാറ്റങ്ങളും സ്ട്രാറ്റജീസ് ഫോം ചെയ്യണം. അങ്ങനെ എപ്പോഴും ഒരു ചേഞ്ച്, ഒരു ഹോൾ ചെയിൻ ഓഫ് ചേഞ്ചസ് ആണ് അവിടെ നടക്കേണ്ടത്. പക്ഷേ അതല്ല ഒരു ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് ഉള്ളതാണെങ്കിൽ ഇതിനെല്ലാം എതിർക്കുന്നതായിരിക്കും ഈ പറയുന്ന അതിലൂടെ പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻ വന്ന് നമ്മളെല്ലാവരും, ആ ഓർഗനൈസേഷനിലെല്ലാവരും ചേഞ്ചിന് വിധേയമാവാതെ അതിനെ എതിർക്കായിരിക്കും ചെയ്യുക. പിന്നെ ഫ്രസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ കോസ്റ്റ്. അഫ്കോഴ്സ് ഏതൊരു ലേബർ എടുത്ത് നോക്കുകയാണെങ്കിലും അങ്ങേർക്ക് ജോലി സ്ഥലത്ത് ഏൺ ചെയ്യാൻ മാത്രമല്ല വരുന്നത്, ആളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ആളുടെ ഈഗോ നീഡ്സ് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് വരുന്നത്. പക്ഷേ വൺസ് ഇപ്പോൾ ആൾക്ക് അങ്ങനത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെയുള്ള ആളുടെ കാര്യങ്ങളൊന്നും വേണ്ടത്ര ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്ക് നല്ല ഫ്രസ്ട്രേഷൻ, മാനസികമായിട്ടുള്ള പിരിവിറുക്കുണ്ടാവും. അത് പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ കാരണമായിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഇത് അൾട്ടിമേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ടെൻഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺട്രോൾ മെഷേഴ്സായിട്ട് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മാനേജ്മെൻറ്റും യൂണിയനും ഒരുപോലെ തന്നെ അവരുടെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ്, രണ്ടുപേരും തമ്മിൽ പരസ്പരം നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത് പറയുന്നത്, നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള പോളിസീസ് ആയാലും പ്രൊസീജിയേഴ്സ് ആയാലും ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ചിട്ടുള്ളത് അത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ആ ഓർഗനൈസേഷനുള്ള എല്ലാവരും അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് മാനേജ്മെൻ്റ് ആയാലും ശരി, ട്രേഡ് യൂണിയൻസ് ആയാലും എംപ്ലോയീസ് ആയാലും എല്ലാവരും. പിന്നെ ഈ പറയുന്ന നമ്മുടെ പേഴ്സണൽ മാനേജർ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന പേഴ്സണൽ മാനേജർ എപ്പോഴും ഈ പറയുന്ന എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവർക്ക് നമ്മളുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം. പിന്നെ ഈ പറയുന്ന പേഴ്സണൽ മാനേജർക്ക് നല്ല റോളുണ്ട് ഇവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ യൂണിയൻസ് എപ്പോഴും എന്തെങ്കിലും നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റായിട്ട് ഇടപെടുന്ന സമയത്ത് അവർക്ക് തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ പേഴ്സണൽ മാനേജറാണ്. എപ്പോഴും കമ്പനിയായിട്ടൊരു ഇൻറ്റഗ്രിറ്റി അവരിൽ ഫോം ചെയ്യണം. നല്ല പേഴ്സണൽ മാനേജർ മാത്രമല്ല, ഈ പറയുന്ന ട്രേഡ് യൂണിയൻസ് ആയാലും ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻ്റ് ആയാലും നല്ല സിൻസിയറും ഓണസ്റ്റി ആയിട്ട് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകണം.
യാതൊരു സംശയവും യാതൊരു റൂമേഴ്സും ഡൗട്ട്സൊന്നും ഇല്ലാത്ത രീതിയിലുള്ള റിലേഷൻസ് ഫോം ചെയ്യാൻ അത് നല്ലതാണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ മാനേജർ എപ്പോഴും ഈ പറയുന്ന ട്രേഡ് യൂണിയൻസിനോട് മാത്രം ചായ്വ് കൂറു പുലർത്താതെ ഓർഗനൈസേഷനോടും ലോയലായിട്ട് ഇരിക്കണം, രണ്ട് കൂട്ടരുമായിട്ട് ലോയലായിട്ട് ഇരിക്കണം. അങ്ങനെ കൂറു പുലർത്തേണ്ടത് രണ്ട് ഭാഗത്തു നിന്നാണ്, ഒരു ഭാഗം മാത്രമായിട്ടായിരിക്കരുത്. ആ രീതിയിലാണ് നമ്മുടെ പേഴ്സണൽ മാനേജർ നിലകൊള്ളേണ്ടത്. പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് എപ്പോഴും നല്ല ശരിയായിട്ടുള്ള രീതിയിലുള്ള ട്രേഡ് യൂണിയൻസ് അതിൻ്റെ ലീഡർഷിപ്പിനെ എൻകറേജ് ചെയ്യുക. ഓക്കെ, സോ കൂടുതലായിട്ട് യൂണിയൻ ആക്ടിവിറ്റീസിലൊന്നും ഇൻ്റർഫിയർ ചെയ്തില്ലെങ്കിലും ശരിയായ രീതിയിൽ നല്ല രീതിയിൽ ഫോം ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻസിനെയും അതിൻ്റെ ലീഡർഷിപ്പിനെയും എൻകറേജ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും ആ ലീഡർഷിപ്പിലൂടെ ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് മാനേജ്മെൻറ്റിനോടും നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെഷേഴ്സാണ് നമ്മൾ പുവർ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്.